വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ BV സ്പെഷ്യൽ ഫാമിലിക്കും അതുപോലെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ്. അതിനായിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് എടുക്കുന്നത്. നമ്മളിത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വിനീഗർ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നാൽ ഇത് കേടുകൂടാണ്ട് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ മുറിച്ച് ചെറിയ പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പ് കുറച്ച് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ, കാരണം ഉപ്പിലിടുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും വറുത്ത ഉലുവാപ്പൊടിയും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്ന സമയത്ത് വിനീഗറും ചൂടുവെള്ളവും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പിലിടുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ മുഴുവനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ നമ്മൾ കൂടുതൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ലെണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ നല്ലെണ്ണയിലേക്ക് ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉലുവ ചേർക്കണ്ട. ഇനി ഇതിൽ കടു പൊട്ടിച്ചിട്ട് നമ്മൾ ഈ തിളച്ച എണ്ണ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നെല്ലിക്ക പീസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നെല്ലിക്ക. ഇത് നമുക്ക് കേടുകൂടാണ്ട് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും, പൂത്തൊന്നും പോവില്ല. കാരണം നമ്മൾ വിനീഗറൊക്കെ ആദ്യമേ തന്നെ ഇട്ടിട്ടാണ് ഇതിൽ ഉപ്പിലിട്ടത്. വേറെ പച്ചവെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, നല്ലെണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും തരാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും കൂടെ ഉണ്ടാകുക. വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.